നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വപ്ന സുരേഷ് വീണ്ടും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ചികിത്സ എന്ന പേരിൽ പിണറായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കെന്നാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ പിണറായി നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സ്വപ്നയുടെ ആരോപണം. തനിക്കെതിരെ സംസാരിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. തന്റെ ജീവന് ഭീഷണിയുണ്ട്. അധികാരത്തിലില്ലാത്തതിനാൽ ഇനി സത്യം പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ അവസരമുണ്ടെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. എം ശിവശങ്കർ ഇപ്പോഴും പിണറായി വിജയന്റെ സഹായിയാണ്. താൻ ആരുമായി സെറ്റിൽമെന്റ് നടത്തിയിട്ടില്ല. നിയമപരമായ പോരാട്ടം തുടരുമെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. തനിക്കെതിരായ പല കേസുകളും രാഷ്ട്രീയ പ്രേരിതമാണ്. വ്യാജ കേസിൽ ജാമ്യം നേടുന്നതിനായാണ് പാലക്കാട് കോടതിയിലെത്തിയതെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. സത്യം പറഞ്ഞതിന്റെ പേരിലാണ് താൻ നിരന്തരം കേസുകൾ നേരിടുന്നതെന്നും സ്വപ്നയുടെ ആരോപണം. കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ സമാന രീതിയിൽ നിരവധി കേസുകൾ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു ഫോൺ കോൾ റെക്കോർഡ് മാധ്യമങ്ങൾക്ക് കൈമാറിയതാണ് തനിക്കെതിരായ നടപടികൾക്ക് കാരണം. മുൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കാരണം തന്റെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ജോലി ചെയ്യുന്ന സ്ഥാപനവും വലിയ ദുരിതം നേരിടുകയാണ്. നിലവിലെ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിൽ കണ്ട് രാഷ്ട്രീയ പ്രേരിത കേസുകളിൽ നിന്ന് മോചനം ആവശ്യപ്പെടുമെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. തനിക്കെതിരെ വ്യാജ കേസുകൾ എടുക്കുന്നു, തൻ്റെ ജീവിതം തകർത്തിരിക്കുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് പിണറായി വിജയനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഫോൺ പിടിച്ചു വെച്ച് രേഖകൾ വളച്ചൊടിച്ചുവെന്നും പിണറായി വിജയനെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും ഒരു തരം വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്നും സ്വപ്ന സുരേഷ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബത്തിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നുണ്ട് സ്വപ്ന സുരേഷ്. പിണറായിക്കും കുടുംബത്തിനും അമേരിക്കയിലും UAE-യിലും ബിസിനസ് സംരംഭങ്ങളുണ്ടെന്നാണ് സ്വപ്നയുടെ ആരോപണം. ചികിത്സയ്ക്കെന്ന പേരിലുള്ള യാത്രകൾ ഇതിനു വേണ്ടിയാണ്. പിണറായിയേക്കാൾ ശക്ത ഭാര്യയാണ്. എല്ലാ വിദേശ യാത്രകളും അവർ ഒപ്പം പോയിരുന്നത് അതുകൊണ്ടാണ്. പിണറായിക്ക് ബിസിനസ് തന്ത്രങ്ങൾ മെനയാനുള്ള ബുദ്ധിയോ സമയമോ ഇല്ല. പിണറായിയുടെ മകന് കുടുംബത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. മകൾക്കും പേരക്കുട്ടിക്കുമാണ് വീട്ടിൽ പ്രാധാന്യമെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് സംസ്ഥാനത്തുടനീളം കോടതികളിൽ താൻ ഓടി നടക്കേണ്ടി വന്നത്. പിണറായി കാരണം തന്റെ ജീവിതം തകർന്നുവെന്നും പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ടാണ് കേരളത്തിലേക്ക് തിരിച്ചു വന്നതെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. ഇവിടെ ജീവിക്കാൻ അവസരം ഒരുക്കണമെന്നും തനിക്കെതിരെയുള്ള വ്യാജ കേസുകൾ ഒഴിവാക്കാൻ സഹായിക്കണമെന്നുമുള്ള ഒരു അഭ്യർത്ഥനയാണ് സ്വപ്നയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈഫ് മിഷൻ കോഴ കേസിൽ സ്വപ്ന സുരേഷിനെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു വിജിലൻസ്. രാവിലെ 11 മണിക്ക് മുട്ടത്തറയിലുള്ള വിജിലൻസ് ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിലെ 2ാം പ്രതിയാണ് സ്വപ്ന സുരേഷ്. പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ അന്വേഷണം വരുമെന്നായിരുന്നു സ്വപ്ന ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഹാജരായത് പുതിയ കേസിലല്ല, പഴയ കേസിന്റെ തുടർച്ചയായിട്ടാണ് എത്തിയതെന്നും സ്വപ്ന സുരേഷ് പ്രതികരിച്ചു. അന്വേഷണം തുടരുന്നതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ് വന്നതെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ലൈഫ് മിഷൻ അഴിമതി കേസിൽ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായാണ് വിജിലൻസ് പ്രതികളെ ഒന്നുകൂടി വിളിച്ച് ചോദ്യം ചെയ്തത്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഭാഗമായി UAE-യുടെ സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയം നിർമ്മിച്ച പദ്ധതിയിൽ 6 കോടി രൂപയുടെ ഇടപാട് നടന്നതായും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഈയിടെ ചില യൂട്യൂബ് ചാനലുകളിൽ സ്വപ്ന സുരേഷ് അഭിമുഖങ്ങൾ നടത്തിയിരുന്നു. അത് ഏറെ നിർണായകമായ കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ് അത് പറഞ്ഞത്. നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഏറ്റവും പുതുതായി സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത്. സ്വപ്നയുടെ വാക്കുകളിലേക്ക്. ഒരാൾ ചുമ്മാ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, അതും ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും വെറുതെ എന്തെങ്കിലും പറയൂ? ഹൂ ഹാസ് ദ ഗട്ട്സ്, എസ്പെഷ്യലി ബീങ് എ ലേഡി? ആൻഡ് who am I talking about? If it is any other minister also, it's okay. Somebody who is very poisonous and very revenge അല്ലെങ്കിൽ വെഞ്ചൻസ് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു ക്യാരക്ടർ ആണല്ലോ ഈ മിസ്റ്റർ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും വെറുതെ എന്തെങ്കിലും പറയൂ? എങ്കിൽ വെറുതെ വിടൂ. That is why they felt rather than a വക്കീൽ നോട്ടീസ്, സരിത്തിനെ കിഡ്നാപ്പ് ചെയ്യുക, നമ്മളെ ടോർച്ചർ ചെയ്യുക, ഓരോടത്തും കേസ് എടുപ്പിക്കുക. അപ്പോൾ അവർ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് എവറിത്തിങ് ഇസ് ഹാപ്പനിങ്. ഓൾ ദ ടോർച്ചർ, ഡ്യൂ ടോർച്ചർ എനിക്ക് തരുന്നുണ്ട്. നോബഡി ക്യാൻ സേ സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അബൌട്ട് എനി വൺ, റൈറ്റ്? ഒരു ഗ്രൗണ്ട്സ് ഇല്ലാതെ, ഒരു ബേസ് ഇല്ലാതെ ആരെങ്കിലും സംസാരിക്കുമോ? 100%. ബിക്കോസ് വെൻ ഐ വാസ് ക്ലോസ്ലി വർക്കിംഗ് വിത്ത് ദം, ഐ നെവർ ഫെൽറ്റ് ദറ്റ് ഈ ദ്രോഹമൊന്നും എന്നെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നല്ലോ. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി കംപ്ലീറ്റ്ലി ഫേക്കായ ഒരു പേഴ്സണാലിറ്റി. ആ എൻറ്റയർ സിൻഡിക്കേറ്റ് ഇസ് ഫേക്ക്, സെൽഫിഷ്,
സ്വന്തം കാര്യം അത്രമാത്രം ചിന്ത ഉള്ളൂ. രണ്ടുപേരും ശിവശങ്കർ സർ ഓൺ അനദർ track he was actually giving me all the assurance, but CM doesn't have to do all that. I used to have direct communication with him. എനിക്ക് അങ്ങനെ അതുകൊണ്ട് പുള്ളിയെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ആ അഷ്യൂറൻസ് അദ്ദേഹം ഡയറക്റ്റ് തന്നെയാണ് തന്നത്. പിന്നെയാണ് ലാസ്റ്റ് സിറ്റുവേഷനിൽ എന്നെ നാട് കടത്താൻ പോകുന്നു, അവരൊരു ഫോൺ കൊണ്ട് തരുന്നു, എൻ്റെ അടുത്ത് അവർ പറയുന്ന ഡയലോഗ്സ് അതേപോലെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു, വിച്ച് ഇസ് ഫേവറിങ് ദി എക്സ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അപ്പോഴും ഐ തോട്ട് നോ ഓക്കെ ദിസ് മസ്റ്റ് ബി പൊളിറ്റിക്സ്, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്, ബിക്കോസ് ഞാനിവിടെ ഉള്ളതല്ലല്ലോ. അന്ന് ഇത്രയും മലയാളം ഞാൻ സംസാരിക്കത്തുമില്ല. അപ്പം ഇവർ പറയുന്നത് പോലെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഫോൺ കൊണ്ടുപോയതിന് ശേഷം പിന്നെ എന്നെ എന്തുവാ അബ്സ്കോണ്ടിങ് ആക്കാനുള്ള ഇതായിരുന്നു. എൻ്റെ മക്കളെയൊക്കെ എന്നിൽ നിന്നും മാറ്റിയിട്ട് ഒരു ഫോളോ ദിയർ ഇൻസ്ട്രക്ഷൻസ്. ആൻഡ് ഐ എം ഷുവർ if I had not opened up to the customs that I am trapped in a hotel, I think I would have no longer alive in this world, because ഇവരെന്നെ എന്തായാലും തീർക്കുമായിരുന്നു. NIA, കസ്റ്റംസ് ഓർ ED, എനിബഡി ആരെങ്കിലും അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഏത് ഏജൻസി ആണെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഐ ആം അലൈവ്. അതല്ല ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ either I'll be termed as a smuggler who is absconding forever, or I committed suicide എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വാർത്തയാക്കിയേനെ. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴത്തേക്കും they refused to take me to the hospital. എന്നിട്ടും my condition started deteriorating, and then they took me to the hospital and the police is telling admit ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർ saying she has got a cardiac arrest, she has to have medication. അത് വേണ്ട തിരിച്ച് നമ്മൾ കൊണ്ടുപോയിക്കോളാം, ഡോക്ടർ ഒന്നുമില്ല എന്ന് എഴുതി തന്നാൽ മതി. അത് പറയുന്നത് അന്ന് ജയിലിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ കൊണ്ടുപോകണേ. ജയിലിലെ അതോറിറ്റീസ് എന്നെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ ഉച്ചയ്ക്ക് വന്ന പെയിനാണ്. സന്ധ്യ കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ വിട്ടപ്പോൾ അത്രയും അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോട്ടെ എന്നുള്ള ഇതായിരുന്നു. ഇറ്റ് വാസ് പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. ഞാൻ ക്ലിഫ് ഹൗസിലും പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് വഴിയാണ് എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് എവറിത്തിങ്. എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. ഐ മീൻ ഷാർജ ഷേഖ് എന്തോ വരുന്ന സമയത്ത് അവിടെ സംസാരം വരെ ആയി, ബിക്കോസ് ഈ പന്തൽ കിട്ടി എവരിബഡി വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് അറൈവൽ. അപ്പോൾ there's a protocol, it seems, that we are not supposed to go to the chief minister and talk directly. But I don't have that protocol because I have full access to him. So I think annatha protocol officer was Hari Krishnan and this Biswas Sinha, right? Vishwanath Sinha. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. പുള്ളിക്കാരൻ came to me and said, ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ ചെവി ചെന്ന് എന്തോ അന്നേരത്തെ ആവശ്യ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ he came and told me, how can you just go and talk to him like this? I said, so what? So then അന്നത്തെ CM said, she can talk to him.